ഇവനാണ് നമ്മുടെ ട്രെൻഡിങ് ആയ ചക്ക. ഇതാണ് ചക്കത്തോട്ടം. പ്ലാവെണ്ണാമെങ്കിലും ചക്ക എണ്ണാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ പറയുന്ന കൂഴച്ചക്കയുണ്ട്, വരിക്കച്ചക്കയുണ്ട്. ഇതേത് ഇനമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സുഖം പ്രത്യേകം തന്നെ. അതും സോഹാറിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നപ്പോൾ ഈ ചക്കയുടെയൊക്കെ കിടപ്പ് കണ്ടോ മക്കളെ. ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും തേനീച്ചക്കൂട് പോലെ നിൽക്കുന്ന ചക്ക. ഇവനാണ് ചക്ക. ഇവിടുത്തെ ചക്കയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇവരെപ്പോഴും വർത്തമാനം പറഞ്ഞു വയ്ക്കും. അത് കാരണം എപ്പോൾ നോക്കിയാലും ഒരു ചക്കയുടെ അടുത്ത് 2, 3, 4 ചക്കകൾ കാണും. മീറ്റിങ്ങൊക്കെ കൂടുന്നതാണെന്ന് തോന്നുന്നവർ. നമ്മുടെ നാട്ടിലെ ചക്കകൾ ഒറ്റയാന് അവിടെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കും. ഇതാ ഇവിടെ ചക്ക പറിക്കാൻ പോവാണ്. ഫ്രഷ് ചക്ക വീഴുന്നു. ചക്ക ഇതാ വീണവൻ. നൂല് പോലെ അരക്ക് പോകുന്നുണ്ടല്ലേ, നൂല് പോലെ ഒക്കെ കൊണ്ടുവന്നുണ്ടോ. ഇത് അമ്പടാ തൊടാ പഴുത്തേ. 8 കിലോയുടെ ചക്കയാണ് നമ്മൾ പറിച്ചിട്ട് കേട്ടോ. ഇതാണ് ചക്ക വിൽപ്പന കേന്ദ്രം. ചക്ക വാങ്ങാൻ വേണ്ടി എത്തിയിരിക്കുന്ന നമ്മുടെ മാന്യ മഹാജനങ്ങളാണ്. ചെറിയ മാർക്കറ്റിനെ പ്രതീതി അല്ലേ മേടാശേ? കിലോ 800 പൈസ പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് അസീമൊക്കെ പറയുന്നത് നാട്ടിലെ പറമ്പിൽ കിടക്കുമ്പോൾ ആർക്കും വേണ്ട, വല്ലവനും പറമ്പിൽ കിടക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം. ഇനി ഇവിടെയുള്ള മാങ്ങകൾക്ക് തരത്തിൽ വിശ്രമമില്ല. കാരണം താലിവ് തോട്ടിയായിട്ട് അറിഞ്ഞിട്ടുണ്ട് നാടൻ. മോനെ ഇവിടെ ഇതെടുക്കടാ. അടിപൊളി. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചക്കയ്ക്കോ മാങ്ങയ്ക്കോ ഒന്നുമല്ല, ഇവിടുത്തെ തോട്ടിക്ക. തോട്ടി കൊണ്ട് വരുന്നവർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഐറ്റം വേറെ ഉണ്ടല്ലേ. വേർപ്പിന്റെ അസുഖം ഉള്ളവരാ നമുക്ക് പൊതുവെ മലയാളികൾക്ക് അല്ലേ. നമ്മുടെ പ്രായത്തിലൊക്കെ മാങ്ങായും കശുവണ്ടിയും എല്ലാം എറിഞ്ഞ് പറിച്ച് നടന്ന പ്രായം ഇന്നത്തെ തലമുറയ്ക്കെല്ലാം വിട്ടു. പക്ഷേ അത് വേണമെങ്കിൽ ഇപ്പോൾ സോഹാറിൽ വന്നാൽ അത് സാധിക്കുന്നുണ്ട്. ആ കളിയും ചിരിയും കമ്പൊടിച്ചും അതുപോലെ കല്ലെറിഞ്ഞും എല്ലാം മാങ്ങ ഒക്കെ പറിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആ പഴയ കാലം, അതെല്ലാമാണ് ഇവിടെ എത്തുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അടിപൊളി. പിന്നെ ഉള്ള അങ്ങനെ ഇതാ ഒരു 2 മണിക്കൂർ എങ്ങനെ പോയെന്നറിയില്ല. ഇത് ചക്കയും മാങ്ങായും തേങ്ങായും നാരങ്ങയും എല്ലാം വാങ്ങാൻ വേണ്ടി എത്തിയ ജനക്കൂട്ടമാണ് സോഹാറിന്റെ അൽ ഫലജിലുള്ളത്. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു ചക്ക ദൗത്യമായി നമുക്ക് വീണ്ടും കാണാം.